ഈ ലോകത്തിൻ്റെ ഭൗതിക വ്യഗ്രതകൾക്കും അവസാനമില്ലാത്ത പരക്കം പാച്ചിലുകൾക്കും മധ്യേ പാർശ്വവൽക്കരിക്കപ്പെടുകയും തളരുകയും ചെയ്യുന്ന അനേകർ തങ്ങളുടെ മാത്രമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വകാര്യതകളിൽ ആധുനിക ലോകത്തിൻ്റെ ഇടപെടലുകൾ സൃഷ്ടിച്ച തകർച്ചയെ അതിജീവിക്കുവാൻ കഴിയാതെ പോകുന്ന സമൂഹങ്ങൾ, അവർക്കിടയിലും ദൈവിക കരുണയുടെ പ്രഘോഷകരാകുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ചിലർ, പൊതുസമൂഹത്തിൽ ദൈവികമായ അനന്ത നന്മകളുടെ വാഹകരായി അവർ മാറുന്നു. യൂറോപ്പിലെ 19-ാം നൂറ്റാണ്ടിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കും ഭൗതികവും ആത്മീയവുമായ വെല്ലുവിളികൾക്കും മധ്യേ അനേകായിരങ്ങളുടെ കണ്ണീരൊപ്പുവാനും അനേകർക്ക് ആത്മീയ സാന്ത്വനം പകരുവാനും ദൈവം നിയോഗിച്ച ഒരഭിഷിക്തൻ, വിശുദ്ധ അൽഫോൻസോ മരിയ ഫുസ്കോ. ദൈവിക കരുണയുടെ പ്രവാചകനാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആ പുണ്യപുരോഹിതൻ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടത് 2016 ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഇറ്റലിയിലെ ആംഗ്രി എന്ന ചെറുഗ്രാമത്തിലെ പാവപ്പെട്ട മാതാപിതാക്കളുടെ ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും പരിത്യാഗങ്ങൾക്കും ശേഷം ജനിച്ച അൽഫോൻസോയുടെ ജനനത്തിനു മുമ്പ് തന്നെ ആ ജീവിതത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരുന്നു. അവൻ ഭാവിയിൽ ഒരു വൈദികനായി തീരുകയും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ അനുകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് അവരുടെ വികാരിയച്ഛൻ തന്നെയായിരുന്നു. 1839 ജനിച്ച അൽഫോൻസോ തൻ്റെ ചെറുപ്രായം മുതൽ സഹജീവികളോടുള്ള നിസ്സീമമായ സ്നേഹവും കരുണയും പ്രകടിപ്പിച്ചിരുന്നു. അവന് സമ്മാനങ്ങളായി ലഭിച്ചതും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അമ്മ നൽകിയ ഭക്ഷണപ്പൊതിയുടെ ഒരു ഭാഗം പാവപ്പെട്ട തൻ്റെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കുന്നതിനും അവന് വളരെയധികം താല്പര്യമായിരുന്നു. അങ്ങനെ സ്കൂൾ പഠനത്തിന് ശേഷം അവൻ അമ്മയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അമ്മേ, എനിക്ക് സെമിനാരിയിൽ ചേർന്ന ഒരച്ഛനാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നീ പോയി ഒരു വിശുദ്ധനാകുക. ഈ അമ്മയുടെ ഈ ഉപദേശവും പ്രാർത്ഥനയും അവൻ്റെ മനസ്സിൽ അവൻ താലോലിച്ചു. തന്നെക്കുറിച്ചുള്ള പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് സെമിനാരിയിൽ ചേർന്ന ഫുസ്കോ വിശുദ്ധിയും എളിമയും തികഞ്ഞ വിശാല മനസ്സും യേശുവിനോടും കന്യാമറിയത്തോടുമുള്ള തീക്ഷ്ണമായ സ്നേഹവും സ്വായത്തമാക്കി 1863 വൈദികനായി തീർന്നു. സെമിനാരി വിദ്യാഭ്യാസ കാലത്ത് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിരുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം 1878 വിശുദ്ധ സ്നാപക യോഹന്നാന്റെ നാമധേയത്തിൽ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. പ്രധാനമായും ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളോട് ദൈവികമായ കരുതൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനായി അവരെ വളർത്തുകയും അർപ്പണബോധമുള്ള ക്രൈസ്തവ സമൂഹങ്ങളെ രൂപപ്പെടുത്തുകയുമായിരുന്നു ആ സന്യാസിനി സമൂഹത്തിൻ്റെ ദൗത്യങ്ങൾ. വിശുദ്ധൻ്റെ ദൈവ വരുവാനുള്ള അടിയുറച്ച വിശ്വാസവും പാവങ്ങളോടുള്ള സ്നേഹവും കരുതലും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മണിക്കൂറുകളോളം എന്താവശ്യം വന്നാലും അദ്ദേഹം ഓടി ദേവാലയത്തിലേക്ക് പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലൂടെ എല്ലാം അദ്ദേഹം നേടിയെടുത്തിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് മാതൃകയായി കാണിച്ചു തന്നതും അതുതന്നെയാണ്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും അനുകൂലം പ്രതികൂലമായ സാഹചര്യത്തിൽ പതറാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തിയും സ്നേഹവും ആർജിക്കുവാനുള്ള വലിയൊരു മഹത്തായ മാതൃകയാണ് ഞങ്ങൾക്ക് വിശുദ്ധ ഫുസ്കോ കാണിച്ചു വന്നിരിക്കുന്നത്. ഒരു ഭവനവും 4 അംഗങ്ങളുമായി 1878 ആരംഭിച്ച വിശുദ്ധ സ്നാപക യോഹന്നാന്റെ സന്യാസിനി സമൂഹത്തിന് ഇന്ന് 17 രാജ്യങ്ങളിലായി 1000-ൽ പരം അംഗങ്ങളുണ്ട്. ഇന്ത്യയിൽ 7 സംസ്ഥാനങ്ങളിലായി 21 കാരുണ്യ ഭവനങ്ങളുള്ള ഈ സമൂഹം കാരുണ്യപ്രവർത്തന രംഗത്തും
വിദ്യാഭ്യാസ മേഖലയിലും ദൈവിക സ്നേഹത്തിൻ്റെ പ്രഘോഷകരായി മാറിയിരിക്കുന്നു. തങ്ങളുടെ സ്ഥാപക പിതാവായ വിശുദ്ധ അൽഫോൻസോ മരിയോ ഫുസ്കോയുടെ പ്രവർത്തന തീഷ്ണതയും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുമാണ് ഈ സന്യാസിനി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ നിഴൽ പോലും നന്മയായി ഭവിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൻസോ മരിയോ ഫുസ്കോ 1878 ഇറ്റലിയിലെ ആംഗ്രി എന്ന സ്ഥലത്താണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ സഹോദരിമാരുടെ സഭ ആദ്യമായി ആരംഭിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെയും ആതുര ശുശ്രൂഷയിലൂടെയും സോഷ്യൽ വർക്കിലൂടെയും പാരീഷ് വർക്കിലൂടെയും ജയിൽ മിനിസ്ട്രിയിലൂടെയും അങ്ങനെ എവിടെയൊക്കെ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ഞങ്ങളുടെ സേവനവും ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു കൊടുക്കുവാനായി ഞങ്ങൾ എന്നും തയ്യാറായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളെ നയിക്കുന്നതും ഞങ്ങളോട് പ്രവർത്തിക്കുന്നതും ദൈവമാണെന്നുള്ള ബോധ്യം അടിയുറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ സന്യാസിനി സമൂഹം 1995 വയനാട്ടിൽ തങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അന്ന് സുൽത്താൻ ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതയുടെ മെത്രാപ്പൊലിത്തയായിരുന്ന അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് തിരുമേനിയുടെ അനുഗ്രഹാശിസ്സുകളോടെയും അനുവാദത്തോടെയുമാണ് അത് തുടക്കം കുറിക്കപ്പെട്ടത്. രൂപതയോട് ചേർന്നുള്ള വിവിധ ശുശ്രൂഷാ മേഖലകളിലായിരുന്നു ആരംഭം. വയനാട് ജില്ലയിലെ തമിഴ്നാടിനോട് ചേർന്ന പഴൂർ എന്ന സ്ഥലത്താണ് അവർ തങ്ങളുടെ ഭവനത്തിന് ഇടം കണ്ടെത്തിയത്. അന്നു മുതൽ 2 പതിറ്റാണ്ടുകളിലേറെയായി ചീരാൽ മലങ്കര ഇടവകയ്ക്കും പഴൂർ സീറോ മലബാർ ഇടവകയ്ക്കുമൊപ്പം അവർ ശുശ്രൂഷ ചെയ്തു വരുന്നു. മലങ്കര സഭയുടെ കീഴിൽ പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യം അറിയിച്ചുകൊണ്ട് അന്നത്തെ ബത്തേരി രൂപതയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയെ സമീപിച്ചപ്പോൾ ചീരാൽ ഇടവകയുടെ പരിധിയിൽ ഒരു പുതിയ കോൺവെൻറ്റ് സ്ഥാപിക്കുവാൻ അഭിമന്യ പിതാവ് ഈ സിസ്റ്റേഴ്സിന് അനുവാദം നൽകുകയും അതിന് പ്രകാരം പഴൂരിൽ തേജസ് കോൺവെൻറ്റ് എന്ന പേരിൽ 1995 ആരംഭിക്കുകയും ചെയ്ത ഈ കോൺവെൻറ്റ് പ്രത്യേകിച്ച് ഇടവകയോട് ചേർന്ന് ബത്തേരി ഭദ്രാസനത്തോട് ചേർന്ന് ബത്തേരി രൂപതയുടെ ആധ്യാത്മിക ഭൗതിക പ്രവർത്തന മണ്ഡലങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സാണ് തേജസ് കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിയായ സന്തോഷമുണ്ട്. സവിശേഷമായി തങ്ങൾ നിയുക്തരായിരിക്കുന്ന ശുശ്രൂഷാ മേഖല ഏതെന്ന് അവർക്ക് ദൈവം വെളിപ്പെടുത്തി നൽകിയത് അല്പനാളുകൾക്ക് ശേഷമാണ്. വ്യത്യസ്തമായൊരു സേവന രംഗത്തേക്കാണ് അവർ തുടർന്ന് ഇറങ്ങിച്ചെന്നത്. തങ്ങൾക്ക് സമീപമുള്ള ഏറെ ആദിവാസി ഭവനങ്ങളിലേക്ക് കടന്നുചെന്ന് അവർക്ക് വെളിച്ചമാകുവാനും അനേകം ആദിവാസി കുടുംബങ്ങളിലെ പെൺകുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് നന്മയിലും അറിവിലും വളർത്തുവാനുമായുള്ള നിർണായകമായ ഒരു തീരുമാനം അവർ കൈക്കൊള്ളുകയുമായിരുന്നു. അങ്ങനെ വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന അനവധി ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അനേകർക്ക് ഈ ചെറിയ സമൂഹം മാതൃകയായി തീർന്നു. ബത്തേരി സ്കൂളിലും അതുപോലെ തന്നെ ശ്രേയസിൻ്റെ പ്രവർത്തനവും ആയി സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ സിസ്റ്റേഴ്സ് കോളനികളിലൂടെ സോഷ്യൽ വർക്കിൻ്റെ പ്രവർത്തനം ഫീൽഡ് വർക്കിനായി അവർ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവരൊരു ഭവനത്തിലേക്ക് ആദിവാസി കോളനിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി. ആ സമയത്താണ് കോളനിയുടെ ഒരു വീട്ടിൽ ഒരമ്മ മരണത്തോട് മല്ലടിക്കുന്നതായി ഞങ്ങളുടെ സിസ്റ്റേഴ്സ് കാണുവാനിടയായത്. 3 മാസം പ്രായമുള്ള ആ കുട്ടി മരണത്തോട് മല്ലടിക്കുന്ന അമ്മയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് കരയുമ്പോൾ സിസ്റ്റേഴ്സിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ അമ്മയ്ക്ക് മറ്റ് 4 പെൺകുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പന് രോഗബാധിതനായതിനാൽ അദ്ദേഹത്തിന് ജോലിക്ക് പോകുവാനോ തങ്ങളുടെ മക്കളെ പോറ്റുവാനോ അവർക്ക് സാഹചര്യമില്ലായിരുന്നു. ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഒരു പരിപാലനയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്വരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ 5 മക്കളെയും ഞങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യമായി ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനം ഇവിടെ ഞങ്ങൾ തുടങ്ങുകയായിരുന്നു.
പ്രേക്ഷിത പ്രവർത്തന രംഗത്ത് വളരെയേറെ സ്വാഗതാർഹമായ പ്രവർത്തനങ്ങളാണ് സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ കീഴിൽ പഴൂർ തേജസ് കോൺവെൻറ്റിലെ സിസ്റ്റർമാർ ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് 21 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥാപിതമായ ഈ കോൺവെൻറ്റിനോട് ചേർന്ന് പാവപ്പെട്ട ആദിവാസി കുട്ടികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടി അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് അർഹമായ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് സിസ്റ്റേഴ്സ് ഇവിടെ ഇതിന് തുടക്കം കുറിച്ചത്. ഏറെ പതിറ്റാണ്ടുകളായി വയനാട്ടിലും മറ്റു ജില്ലകളിലുമായുള്ള അനേകായിരം ആദിവാസി കുടുംബങ്ങൾക്കായി അനവധി വികസന പദ്ധതികൾ സർക്കാരിൻ്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്നുവെങ്കിലും ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന അവരിൽ അനേകരും അധസ്ഥിതരായി ഇന്നും തുടരുന്നു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വളർച്ച പല ആദിവാസി സമൂഹങ്ങൾക്കും അപ്രാപ്യമാണ്. തങ്ങൾക്ക് ആദ്യമായി ഭരമേൽപ്പിക്കപ്പെട്ട 5 ആദിവാസി കുഞ്ഞുങ്ങളെയും തുടർന്ന് 2 പതിറ്റാണ്ടുകൾക്കിടെ ഈ സന്യാസിനി സമൂഹം ഏറ്റെടുത്ത 100 കണക്കിന് ആദിവാസി പെൺകുഞ്ഞുങ്ങളെയും വിദ്യാഭ്യാസവും നന്മകളും പകർന്ന് വഴി നടത്തുവാൻ ഈ സഹോദരിമാർക്ക് കഴിഞ്ഞു. അങ്ങനെ അനേകം ആദിവാസി കുടുംബങ്ങൾ മികച്ച ജീവിതാവസ്ഥകളിലേക്ക് എത്തിച്ചേരുവാൻ ഇവരെ ദൈവം ഉപകരണമാക്കി. സിസ്റ്റേഴ്സ് വളരെ പാവപ്പെട്ട, പ്രത്യേകിച്ചും ആദിവാസി കോളനികളിലെ പെൺകുട്ടികളെ കണ്ടുപിടിക്കുകയും അവർക്ക് ചെറുപ്പം മുതലേ നഴ്സറി മുതലുള്ള ട്രെയിനിങ്, വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധ കാണിച്ചു വരുന്നു. ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ജീവിതം കൂമ്പടിഞ്ഞു പോകാവുന്ന, ഇരുൾ നിറഞ്ഞു പോകാവുന്ന ബാല്യങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള, നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഖേന പ്രകാശിതവും തേജസ്സുള്ളതുമായി മാറുന്നു എന്നുള്ളത് ഏറെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് 16 കുട്ടികളാണ് തേജസ് ഓർഫനേജിലുള്ളത്. ആ കുട്ടികൾ LKG മുതൽ +2 വരെയുള്ള കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. ആ കുട്ടികൾ പഠനത്തിലും അതുപോലെ തന്നെ കലാകായിക രംഗത്തും വളരെയധികം ശോഭിക്കുന്ന കുട്ടികളാണ്. അവരെ പൂർണ്ണമായും മനസ്സിലാക്കുവാനും അവരെ ഏത് രീതിയിലാണ് വളർത്തിയാൽ ആണ് സമൂഹത്തിന്, പ്രത്യേകിച്ച് അവരുടെ ഭാവി തലമുറയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും അവരുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യപ്പെടാതെ അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് വളർത്തിയെടുക്കുവാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങളിപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തനിമയാർന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ, ഈ പഴൂർ ദേശത്ത്, പ്രത്യേകിച്ച് ആദിവാസി കുട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ അവരെ ഹോസ്റ്റലിൽ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട പരിശീലനം നൽകുന്നതിലും, നഴ്സറി വിദ്യാലയം ആരംഭിച്ചുകൊണ്ട് പരിശീലനം നൽകുന്നതിലും എല്ലാം ഇടവകയോട് ചേർന്നുള്ള ഈ ബത്തേരി ഭദ്രാസനത്തിൻ്റെ രൂപതയുടെ വലിയ സ്തുത്യർഹമായ സേവനമായി ഞങ്ങൾ കരുതുന്നു. ഞാൻ വന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്നറിയി ചെയ്ത യേശുനാഥൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഈ സമൂഹത്തിൽ അവരുടെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. കരുണയുടെ ഒരു മുഖം ഈ ഗ്രാമീണ ജനതയ്ക്ക് പകർന്നു കൊടുക്കുന്ന ഈ സന്യാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വയനാട് ജില്ലയ്ക്ക്, ഈ പഴൂർ ഗ്രാമത്തിന് ഒരു മുതൽക്കൂട്ടാണ്. വ്യത്യസ്തമായ ഈ ശുശ്രൂഷ മേഖലയിൽ തുടരുന്ന ഈ ചെറു സമൂഹത്തിന് സമീപവാസികളിൽ നിന്നും ഇടവകകളിൽ നിന്നും രൂപതാ നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും പ്രോത്സാഹനങ്ങളും വലുതാണ്. ഒരു വലിയ സമൂഹം ഇവരുടെ സേവന പ്രവർത്തനങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പല വിധത്തിലും ഒരുക്കപ്പെടുന്ന ഭൗതികമായ സൗകര്യങ്ങളെയും ജോലിക്കാരായ ആയമാരെയും കാൾ ദൈവിക കരുണയുടെ പ്രേഷിതരായ ഈ സഹോദരിമാർ നൽകുന്ന സ്നേഹവും പരിപാലനയും ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഒരു മികച്ച സ്നേഹ സംസ്കാരം തന്നെയാണെന്ന തിരിച്ചറിവ് അനേകർക്കുണ്ട്. ആദിവാസി സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഈ ചെറിയ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകർക്ക് മാതൃക കൂടിയാണ്. ഞങ്ങളുടെ സഭാസ്ഥാപകനായ വിശുദ്ധ അൽഫോൻസോ മരിയോ ഫുസ്കോ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്
ദൈവത്തിരുമുൻപിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിന് തുല്യമാണെന്ന്. അദ്ദേഹത്തിൻ്റെ നിഴൽ പോലും നന്മയായി ഭവിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ദൈവത്തിരുമനസ്സിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിച്ച ആ വിശുദ്ധനെ പോലെ ഞങ്ങളും ദൈവത്തിരുമനസ്സിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സന്യാസ ജീവിതത്തിലൂടെ അനേകർക്ക് നന്മ ചെയ്യുവാനും അനേകരെ നന്മയുടെ പാതയിലേക്ക് നയിക്കുവാനും നല്ലത് ചെയ്യുവാനും അതുപോലെ യുവതീവാക്കളെ തിന്മയുടെ ഇടയിൽ നിന്ന് നന്മയിലേക്ക് അവരെ വളർത്തുന്നതിനും അതുപോലെ അമ്മമാർ അവരുടെ ഉത്തരവാദിത്തത്തെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിന് അവരെയും സഹായിക്കുവാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. 2 ഇടവക സമൂഹങ്ങളെയും സ്വന്തമായി കണ്ടുകൊണ്ട് അനേകം ഭവനങ്ങളിലേക്കും കുഞ്ഞുങ്ങൾക്കിടയിലേക്കും ഇവർ ഇറങ്ങിച്ചെല്ലുന്നു. തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനും സ്ഥാപക പിതാവും നൽകിയ മാതൃകകളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉറച്ച പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പിൻബലത്തിൽ ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾ അനേകായിരങ്ങൾക്ക് ദൈവസ്നേഹം പകർന്നു നൽകുന്നു. ഇവിടെ ഈ തേജസ്സിൻ്റെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ചീരാൽ പഴൂർ ഇടവകളിലെ ആത്മീയ ശുശ്രൂഷയിലും അജപാന ശുശ്രൂഷ രംഗത്തും ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും മതബോധനം, സംഘടനാ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇവിടെയൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൻസിയുടെ നേതൃത്വത്തിൽ സിസ്റ്റേഴ്സ് നടത്തി വരുന്നുള്ളത് സഭയോടുള്ള ആഴമായ ബന്ധവും ഇവിടെ കുറിക്കുകയാണ്. തേജസ് എന്ന ഈ ഭവനം ഏറെ വർഷങ്ങളായി സമീപവാസികളായ അനവധി കുഞ്ഞുങ്ങൾക്ക് വിദ്യാലയം കൂടിയാണ്. ബത്തേരി ടൗണിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിക്കുവാനായി ഇവർ ആരംഭിച്ച നഴ്സറി സ്കൂൾ ഒട്ടനവധി കുഞ്ഞുങ്ങൾക്ക് ഇതിനകം അക്ഷര വെളിച്ചവും ദൈവസ്നേഹത്തിൻ്റെ ബാലപാഠങ്ങളും പകർന്നു നൽകിയിട്ടുണ്ട്. 17 വർഷം മുമ്പ് ഈ കോൺവെൻറ്റിനോട് ചേർന്ന് തേജസ് കിൻഡർ ഗാർട്ടൻ എന്ന പേരിൽ LKG UKG ക്ലാസ്സുകളും ആരംഭിച്ചു. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള പഴൂര് പോലെയുള്ള ഈ കൊച്ചു ഗ്രാമത്തിൽ പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന ഈ ഗ്രാമീണ ജനതയുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് തങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുവാനാണ് ഈ LKG UKG ക്ലാസ്സുകൾ ആരംഭിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നേതൃത്വം നൽകിയത്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം 12 വില്ലേജുകളായുള്ള മക്കൾ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എവിടെയാണ് കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിനായി അയക്കേണ്ടതെന്ന് വളരെ ശങ്കിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പ്രദേശ മക്കൾക്ക് ഉതകുന്ന രീതിയിൽ നല്ല വിദ്യാഭ്യാസം നൽകുവാനും കുഞ്ഞുങ്ങളെ നന്മയിലും ദൈവവിശ്വാസത്തിലും അനുസരണയിലും വിധേയത്വത്തിലും വളർത്തുവാനും ഞങ്ങൾ പരിശ്രമിക്കുന്നു. തിരുസഭയുടെ കുടക്കീഴിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പരിധികളില്ലാത്തതാണ്. ദൈവിക കരുണയെ ലോകം കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ഈ രംഗത്തേക്ക് ഇറങ്ങുവാൻ അനേകർ തയ്യാറാകേണ്ടതുണ്ട്. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ സഹോദരിമാർ എന്ന ഈ സമൂഹത്തിനും മറ്റേറെ പ്രേക്ഷിത സമൂഹങ്ങൾക്കും പിന്തുണയേകുവാനായി ഇനിയുമേറെ പേർ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞങ്ങളുടെ വിശുദ്ധനായ അൽഫോൻസോ മരിയുസ്കോ പറഞ്ഞതുപോലെ നിങ്ങൾ വിളിക്കപ്പെട്ടത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധി നിറഞ്ഞ ജീവിതമാണ് ദൈവത്തിന് പ്രീതികരം. വിശുദ്ധിയിലൂടെ നമുക്ക് ദൈവത്തെ പ്രാപിക്കുവാനും സാധിക്കും. ഞങ്ങളുടെ വിശുദ്ധൻ കൂടെ പറയാറുണ്ട്, നിങ്ങൾ ഓടണം, നിങ്ങൾ ഈ ഭൂമിയിൽ ഓടി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കണം. നിങ്ങളുടെ ഓട്ടം നിങ്ങൾ നിർത്താൻ പാടില്ല. നിങ്ങൾ നിത്യതയെ ലക്ഷ്യമാക്കി വീണ്ടും ഓടണം. അങ്ങനെ സ്വർഗം പ്രാപിക്കുന്നതിന് വരെ നിങ്ങൾ നിങ്ങളുടെ ഓട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്ന് അദ്ദേഹം കൂടെ സഭാ മക്കളോട് ഞങ്ങളോട് പറയുമായിരുന്നു. തങ്ങളുടെ വ്യത്യസ്തവും ദൈവനിയോഗിതവുമായ
പ്രവർത്തന മേഖല കൊണ്ട് ശ്രദ്ധേയരായ ഒരു ചെറിയ സമൂഹം. ദൈവിക വാഗ്ദാനമായ അനന്ത കരുണയുടെ അവകാശികളാണ് സകല ആത്മാക്കളുമെന്ന ബോധ്യം ഇവർ നമുക്ക് പകർന്നു നൽകുന്നു. മതേതര സമൂഹത്തിനു മുന്നിൽ ക്രിസ്തുവിൻ്റെ സ്നേഹസന്ദേശം ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന ഈ സന്യാസിനി സമൂഹത്തിൻ്റെ വഴികളിൽ ഇനിയുമേറെ ദൈവകൃപ പ്രവഹിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം.